കായംകുളം പുതുപ്പള്ളിയിൽ സ്വന്തം മാതാവിനെ മകൻ കൊന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പുതുപ്പള്ളി ദേവികുളങ്ങര പണിക്കശ്ശേരിയിൽ ശാന്തമ്മയുടെ മരണം സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശാന്തമ്മയുടെ അമിത മദ്യപാനം ചോദ്യം ചെയ്തുള്ള തർക്കത്തിനിടയിൽ മകൻ ബ്രഹ്മദേവൻ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് പറയുന്നതനുസരിച്ച് കായംകുളം പണിക്കശ്ശേരിയിൽ വീട്ടിൽ ശാന്തമ്മയും ഇളയ മകനായ ബ്രഹ്മദേവനും ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ദേവികുളങ്ങര കണിയാമുറി ദേവീക്ഷേത്രത്തിൽ നിന്ന് കാവുങ്കലിലെ ഇവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് മുടിയെഴുന്നള്ളത്ത് ചടങ്ങ് നടന്നിരുന്നു. അന്ന് മദ്യപിച്ചെത്തിയ ശാന്തമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി. നാട്ടുകാരിൽ ചിലരുമായും ശാന്തമ്മ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഞായറാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയ ശേഷവും ഇരുവരും തമ്മിൽ വഴക്ക് തുടർന്നു. തർക്കത്തിനിടയിൽ അമ്മയെ മർദ്ദിച്ചു, വയറ്റിലിടിച്ചു, പിടിച്ചു തള്ളിയപ്പോൾ തല കട്ടിലിന്റെ കാലിലിടിച്ച് തലയ്ക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായി. മദ്യപിക്കുക അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും വേണം മദ്യപിക്കുക. പക്ഷേ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഇങ്ങനെ ഒരു സാധനത്തിന്. അതിൽ ഒരു ലഹരിയും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ വയറ്റത്ത് കിടക്കണം, അല്ലാണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കാര്യങ്ങളോ അല്ല ചെയ്യേണ്ടത്. പിന്നെ ഒരു അമ്മ മദ്യപിച്ച് വന്ന് മകനുമായിട്ട് വഴക്കുണ്ടാക്കി ആ അമ്മ മരണപ്പെടുന്നു സാഹചര്യം. പേഴ്സണലി എന്തുവാടെ അമ്മമാരും കൂടി ഇങ്ങനെ തുടങ്ങിയ സാധാരണ എല്ലാ വീടുള്ള അച്ഛന്മാരാണ് മദ്യപിക്കുന്നത്. ഇപ്പം അമ്മമാരും കൂടി ഇങ്ങനെ തുടങ്ങിയുള്ള അവസ്ഥ ആലോചിക്കണം. എന്ത് അവസ്ഥയാണ് അതൊക്കെ? വെറൈറ്റി ന്യൂസുകളാണല്ലോ ഡെയിലി കേൾക്കുന്നത്.